ഇന്നലെ സംഭവിച്ചൊരു ചെറിയ കാര്യം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ചിന്ത ഉണ്ടാക്കി തന്നെ, അതായത് കുറച്ചുകൂടെ ഒരു വിശ്വാസം ഉണ്ടാക്കി തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ 2 അനിയത്തിമാരുടെ മക്കളുടെ പിറന്നാളായിരുന്നു, 2 പേരുടെ. അപ്പോൾ ഞങ്ങൾ വലിയ പ്ലാനൊന്നുമില്ല, സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ച അടുത്തുള്ള റിസോർട്ടുണ്ട്, അവിടെ പോകാം. അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിച്ച് അവരൊന്നും റീഫ്രഷ് ആയിട്ട് ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല, അത് വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ റിസോർട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് വലിയൊരു മാസ്റ്റർ പ്ലാനായിരുന്നു സത്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ സ്റ്റേജ് ഡെക്കറേഷനും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഞങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ കറക്റ്റ് മക്കളുടെ 2 പേരുടെയും ഹൈറ്റിന് പറ്റുന്ന രീതിയിലുള്ള 2 കേക്ക് സ്റ്റാൻഡുകളൊക്കെ ആയിട്ട് റിസീവ് ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്ന രീതിയിൽ അവിടെ ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മുമ്പേ എല്ലാം പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തതുപോലെ ഒരു മിറാക്കിളായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ മനസ്സിലാലോചിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ദിവസവും പറയുന്നൊരു അഫർമേഷൻ ഉണ്ട്, ഓൾ മൈ നീഡ്സ് ആർ ഓൾവേസ് ടേക്കൺ കെയർ ഓഫ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിക്കും ഒരു വാക്യമല്ലാതെ കൃത്യമായിട്ട് അത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ട് മനസ്സിലാക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കുട്ടികളാണെങ്കിൽ വളരെ സന്തോഷം, ബലൂണുകളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് ആരാണ്, എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ഡെസ്പറേറ്റ് ആവാറുണ്ടല്ലേ. പക്ഷേ നമ്മുടെ ആ പവർഫുൾ അഫർമേഷൻസ്, ഓൾ മൈ നീഡ്സ് ആർ ഓൾവേസ് ടേക്കൺ കെയർ ഓഫ്, കൃത്യമായും പറഞ്ഞു തരുന്നത് നമ്മൾക്ക് പോലും അറിയാത്ത വ്യക്തികൾ, സാഹചര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടും എന്നുള്ളതാണ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് കൃത്യമായി പറഞ്ഞാലിത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റാരോ ഒരുക്കിയിരിക്കുന്ന ഇതുപോലെയുള്ള വളരെ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നാണ് ഒന്നോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, ഓൾ മൈ നീഡ്സ് ആർ ഓൾവേസ് ടേക്കൺ കെയർ ഓഫ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളി സപ്പോർട്ടിങ് മീ. ജീവിതം വളരെ മനോഹരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ വളരെ വലിയ മാജിക്കുകൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. ഫ്രീ എനർജി ഹീലിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ബയോയിലും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. താങ്ക് യു.